നിങ്ങൾക്ക് ഈ അന്നേ ദിവസം ഇലക്ഷൻ്റെ അന്നേ ദിവസേ ഈ ബൂത്ത് കൈകാര്യം ചെയ്തോണ്ടിരുന്നില്ലേ, നമ്മുടെ ബൂത്ത് ഇന്നേജന്റ് ആയിട്ട് ഇരിക്കാൻ പറ്റുമോ നിങ്ങൾക്ക്? ഞാൻ ബൂത്തിൽ ഇറങ്ങാതെ ഞാൻ എങ്ങനെ ഇരിക്കുന്ന ബൂത്തിൽ വെറുതെ ഇരുന്നാൽ മതിയോ? ഇപ്പൊ തൽക്കാലം വെറുതെ ഇരുന്നാൽ മതി, കാരണം വെരിഫൈ ചെയ്ത ബുക്കുണ്ട്. ആര് വെരിഫൈ ചെയ്തവർക്കല്ലേ അറിയാവോ? അല്ല എനിക്ക് എന്തെങ്കിലും അറിയാം? വെരിഫൈ ചെയ്യാൻ ആരും പോയില്ല യഥാർത്ഥം പറഞ്ഞ. പോയിട്ടില്ല. പിന്നെ നിങ്ങൾ ആ പാർട്ടിയെ പറ്റിക്കുകയല്ലേ ചെയ്യണത്? എന്ത് ചെയ്യാൻ പറ്റും, അവിടെ ഏൽപ്പിച്ച ആൾക്കാരെ ഞാൻ പറഞ്ഞു തരണ്ടല്ലോ ആരൊക്കെയാണെന്ന്. നിങ്ങൾ തുറന്ന് പറയണമായിരുന്നു, കമ്മിറ്റി പറഞ്ഞ് അവിടെ ആരെയും സംവിധാനം ചെയ്യണമായിരുന്നു. ഞാൻ നമ്മുടെ ബ്ലോക്ക് പ്രസിഡന്റ് പാർട്ടിയുടെ സുനിച്ചേട്ടനോട് കൊടുക്കാം. നീ കൊടുത്തിട്ട് ഇനി ഇലക്ഷൻ കഴിഞ്ഞിട്ട് കൊടുത്താൽ മതി. ഞാൻ പറഞ്ഞത് കേട്ട് ഒരാളായിട്ട് വെറുതെ ഇരിക്കാന്നുള്ളതിൽ കഴിഞ്ഞ് വേറെ ഒന്നുമില്ല. കാരണം നിങ്ങൾ ഒരു ദിവസമെങ്കിലും ഈ ലിസ്റ്റ് കണ്ടെങ്കിൽ നിങ്ങൾ ധൈര്യമായിട്ടിരിക്കും. അപ്പൊ നിങ്ങൾ എല്ലാവരും കൂടെ ഈ പാർട്ടിയെ പറ്റിക്കുകയാണെന്നാണ് ഇതിനർത്ഥം. കാര്യം നിങ്ങൾ കഴിഞ്ഞില്ലെങ്കിൽ അത് തുറന്ന് പറഞ്ഞിട്ട് അതെ അതാണ്. ആരെങ്കിലും വെരിഫൈ ചെയ്ത് തന്നിരുന്നെങ്കിൽ ധൈര്യമായിട്ട് ഒരാളിനെ കയറാം. വെരിഫൈ ചെയ്യുമ്പോൾ അതിലെ എല്ലാ സത്യവും. വോട്ടർമാരെ തിരിച്ചറിയാതെ ഞാൻ വെറുതെ നമ്പർ ടിക്ക് ചെയ്യേണ്ട അർത്ഥം എന്തോ? അതിനകത്ത് വെറുതെ ഇരുന്നാ പോരെ? വെറുതെ അതാണ് പറഞ്ഞത്. അങ്ങനെ ഇരിക്കുന്ന ആളല്ല ഞാൻ. വെരിഫൈ ചെയ്ത് വോട്ടർമാരെ ക്ലാരിഫിക്കേഷൻ ചെയ്താൽ അവിടെ ഇരുന്ന അർത്ഥം ഉണ്ടല്ല. വെറുതെ ഇരുന്നിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും അർത്ഥം കാര്യം മര്യാദ ഇരുന്നാൽ പോരെ. പണി മതിയാക്കിട്ട് വീട്ടിൽ പോയി. കഷ്ടം അറിയാമോ ഞാൻ പറയുന്നത്? കഴിവില്ലാത്തവർ ഈ പണി മതിയാക്കി വീട്ടിൽ പോവുക. വെറുതെ കതറൂട്ട മറ്റുള്ളവരെ ബോധ്യപ്പെടുത്താൻ വേണ്ടി നടക്കേണ്ട കാര്യമുണ്ടോ? ഞാൻ എന്ത് സമാധാനം പറയാം? അതന്നെ, അതാണ് ഞാൻ ഫസ്റ്റ് ഇപ്പം പറഞ്ഞത്. ഉത്തരവാദിത്തം ഏറ്റെടുക്കാൻ കഴിയാത്തൊരു സ്ഥാനം കളഞ്ഞിട്ട് വേറെ വല്ല പണിക്ക് പോവുക. കഴിയുന്ന ഇറങ്ങി എടുക്കും. ഇമ്മ കതറൂട്ട് കിടന്നിട്ട് വല്ല കാര്യമുണ്ട്? ഞാൻ അത് ചെയ്യണം ഇത് ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് ആരെ ബോധ്യപ്പെടുത്താൻ? നമുക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്യുക, അല്ലെങ്കിൽ കളഞ്ഞിട്ട് പോവുക. അല്ല ഇനിയിപ്പം എന്തായാലും ഞാൻ പറയാൻ പാടില്ലെങ്കിൽ പോലും പറയാതിരിക്കാൻ നിവർത്തിയില്ല. അങ്ങനെ ആ ബൂത്ത് ആളില്ലെന്ന് നിങ്ങൾ വിചാരിച്ച് കിടക്കട്ടെ, അതിനപ്പുറം വേറെ ഒന്നുമില്ലല്ലോ. അങ്ങനെയല്ല, നമ്മുടെ സ്ഥാനാർത്ഥിയുടെ ബൂത്തിൽ ഇല്ല എന്ന് പറഞ്ഞാലേ ഞാൻ അവിടെ വോട്ട് കൂടെയൊന്നും ഇല്ല. അങ്ങനെയല്ല, അതല്ല നമ്മുടെ വിളിച്ചവിടെ ഇരുത്തിയാ പോരെ? ശശി തരൂരിന്റെ സ്ഥാനാർത്ഥിക്ക് ഇന്നേതില്ല എന്ന് പറഞ്ഞാൽ ഇതിൽ പരം പിന്നെ വേറെ എന്തെങ്കിലും ഉണ്ടോ? അത് തന്നെ, ആ കഴിവുകൾ ആർക്കൊക്കെ ബാധിക്കും? ആ മേഖലയിൽ പ്രവർത്തിക്കുന്ന നേതാക്കന്മാരെ എല്ലാവരെയും ബാധിക്കും. അതുകൊണ്ടേ പറയാം, ഒരു INTC കാരനെ വിളിച്ചിരുത്താൻ, അല്ലെങ്കിൽ ഒരു ഹിന്ദിക്കാരനെ വിളിച്ചിരുത്തി, ഒരു ഹിന്ദിക്കാരെ വിളിച്ചിരുത്തി. എനിക്കതിന് വേറെ ഒന്നും പറയാല്ല. നിങ്ങളിങ്ങനെ പറയുമ്പോഴത്തേക്ക് എനിക്ക് പറ്റൂല. ഞാൻ വെറുതെ അങ്ങനെ ഒന്നും കാര്യമൊന്നുമില്ല.